വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള ലെറ്റസ് അസസ് എന്ന ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ്. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കണം. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ചാപ്റ്ററിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഫോർമുലകൾ, ഏതൊക്കെ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ഓരോന്നും എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ വി എന്ന് വെച്ചാൽ വെലോസിറ്റി, എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി, അങ്ങനെ നമ്മൾ ഒന്ന് എഴുതി വെക്കണം. ഒരു വ്യക്തമായിട്ടൊരു ഓർഡറിൽ ഇതാകേണ്ടത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ ഈ ഫോർമുലാസൊക്കെ ഒന്ന് എഴുതി വെക്കണം അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുണ്ട്, ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർമുല നമ്മൾ പഠിച്ചത് എന്താണ്, ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/പീരീഡ് ടി അല്ലേ. അപ്പോൾ എഫ് എന്ന് വെച്ചാൽ എന്താണെന്ന് സൈഡ് എഴുതി വെക്കണം. എഫ് എന്ന് വെച്ചാൽ എന്താണ്, എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഹെഡ്സ് ആണ്, അത് എഴുതി വെക്കണം. എന്ന് നമ്മൾ മനസ്സിൽ വരണം. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിളുകൾ ഉണ്ടാകുന്നു അല്ലെ, എത്ര കംപ്ലീറ്റ് സൈക്കിൾ ഉണ്ടാകുന്നു. അതിൽ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ് ആയിരുന്നു. പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമയമാണ് അല്ലേ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്ന സമയം, അതാണ് പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സെക്കൻഡ് ആണ്. ഇനി ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേവിൻ്റെ ലെങ്ത് ആണ് അല്ലെ, വേവ് ലെങ്ത് ആണ്. അപ്പോൾ വേവ് ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഒരു ക്രസ്റ്റ് അല്ല, ഒരേ പോയിന്റ് ഇരിക്കുന്ന ഒരേ ഫേസിൽ ഇരിക്കുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തിനാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിച്ചത്. അതിൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. വെലോസിറ്റിയുടെ ഫോർമുല നമുക്ക് പഠിക്കാനുള്ള ഫോർമുല എന്താണ്, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു പേപ്പറിൽ ഒന്ന് എഴുതി വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴും നല്ല, നിങ്ങൾ ഏത് ചാപ്റ്റർ ആയാലും പ്രോബ്ലം ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്കിവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ ഫോർമുലകളും ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കുക. എന്നിട്ട് ആ പേപ്പർ കൈ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചോദ്യങ്ങൾ ചെയ്യാൻ ആദ്യം പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഫോർമുലാസ് ഏതാണെന്നുള്ള കണ്ടുപിടിക്കാനും ഒരു ചോദ്യം ചെയ്യുന്ന രീതിയെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ കിട്ടാനും അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. തുടങ്ങാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. അപ്പോൾ അറിയാലോ, ഈ ഒരു PDF കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാമിനകത്ത് ഫയൽസിനകത്ത് ലെറ്റസ് ആസ് എ സൊല്യൂഷൻ എന്നോ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മെസ്സേജ് നോക്കിയാലും കിട്ടും. ഇനി അറിയാമല്ലോ, ടെലഗ്രാമിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്താൽ, ഈ നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ അടുത്ത മാസം ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് സ്പെഷ്യൽ ട്യൂഷനാണ്. സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും 10ാം ക്ലാസ് 9ാം ക്ലാസ്സിൻ്റെ സ്പെഷ്യൽ ട്യൂഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഇവിടെ താഴെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഉത്തരം പെട്ടെന്ന് വായിക്കാൻ നിൽക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിലേക്ക് ഉത്തരത്തിലൂടെ വരുന്ന രീതി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് PDF തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആൻസറും കൂടി ഇവിടെ തന്നെ കൊടുത്തത്. സൗണ്ട് വേവ്സ് ആൻഡ് ലൈറ്റ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം സൗണ്ട് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് അല്ല, നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേവിൻ്റെ ഉദാഹരണമായിട്ട് സൗണ്ടിനെ പഠിച്ചത്. സൗണ്ട് ആൻഡ് ലൈറ്റ് ആർ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ്. അപ്പോൾ നമുക്ക് സൗണ്ട് ലോഞ്ചിറ്റ്യൂഡ് ആണ്, പക്ഷേ ലൈറ്റ് എന്താണ്, ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അല്ലേ. അപ്പോൾ എന്തായാലും അത് എന്തല്ല, നമുക്ക് ലൈറ്റ് അറിയാം. ലൈറ്റ് എങ്ങനെയല്ല പോകുന്നത്, ഈ പറയുന്ന പോലെ ലോഞ്ചിറ്റ്യൂണലായിട്ടല്ല പോകുന്നത്, ഇലക്ട്രോ ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും രീതിക്കാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ആണ്, അപ്പോൾ ഇതും തെറ്റാണ്. 3, സൗണ്ട് വേവ് ഈസ് ലോഞ്ചിറ്റ്യൂണൽ വേവ്. സൗണ്ട് ഒരു ലോഞ്ചിറ്റ്യൂണലാണ്, ശരിയാണ്. ലൈറ്റ് ഒരു ട്രാൻസ്വേഴ്സ് ആണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഡിയും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. സൗണ്ട് വേവ് ഈസ് ട്രാൻസ്വേഴ്സ്, അവിടെ തന്നെ തെറ്റിക്കഴിഞ്ഞു, പിന്നെ കൂടുതൽ നോക്കണ്ട. അപ്പോൾ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് അല്ലേ. എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതേ ദിശയിൽ തന്നെയാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം വേവുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് വിളിക്കുന്നത്. ഇനി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുന്നത്. കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ചോദ്യമാണ് അടുത്ത് വന്നേക്കുന്നത്. ദ അപ്പർ ലിമിറ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് ദാറ്റ് എ ബാറ്റ് ക്യാൻ ഹിയർ ഈസ് 120 kHz. അതായത് ഒരു ബാറ്റിന് കേൾക്കാൻ പറ്റുന്ന അപ്പർ ലിമിറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 120 kHz ആണെങ്കിൽ, ഇഫ് സോ വാട്ട് ഈസ് ദ മാക്സിമം വേവ് ലെങ്ത് ഓഫ് ദ സൗണ്ട് ഇറ്റ് ക്യാൻ ഹിയർ. അപ്പോൾ ഒരു ബാറ്റ്, ഒരു വവ്വാലിന് കേൾക്കാൻ പറ്റുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 120 kHz ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് കേൾക്കാൻ പറ്റുന്ന ഹയസ്റ്റ് വേവ് ലെങ്ത് ഏത്?
എന്ന് വെച്ചാൽ ഫ്രീക്വൻസി തന്നിട്ട് വേവ് ലെങ്ത് കണ്ടുപിടി എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒന്ന് ചുറ്റിക്കാനായിട്ട് ഇവിടെ വവ്വാലിനൊക്കെ എടുത്തിട്ടുന്നേ ഉള്ളൂ. അവിടുത്തെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. കൺസിഡർ ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഈസ് 380 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ചോദ്യം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മനസ്സിലാക്കുക. ഇവിടെ ഈ ബാറ്റും അപ്പറും ലോവറും ഒക്കെ കേട്ട് കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കി, അത് എന്ത് തന്നിട്ടുണ്ട് എന്ത് കണ്ടുപിടിക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാണ്? 120 കിലോ ഹെർട്സ്. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു നമ്മൾ ഏതൊരു ക്വാണ്ടിറ്റി എഴുതുമ്പോഴേ അതിൻ്റെ യൂണിറ്റും കൂടെ എഴുതണമെന്ന്. നമുക്കറിയാം ഫ്രീക്വൻസിയുടെ യൂണിറ്റ് കിലോ ഹെർട്സ് ആണോ? അല്ല, ഹെർട്സ് ആണല്ലേ. അപ്പോൾ കിലോ എന്ന് വെച്ചാൽ 1000 എന്നുള്ളത് കൊണ്ട് നമുക്കറിയാൻ പറ്റും 120 കിലോ ഹെർട്സ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 12000 ഹെർട്സ് ആയിരിക്കും അല്ലേ. 1000 ഹെർട്സ് എന്താണ്? 1000 ഗ്രാമാണ് ഒരു കിലോഗ്രാം. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് ഹെഡ്സിനും 1000 കിലോ ഹെർട്സ് അല്ലേ. കിലോ എന്ന് പറയുമ്പോൾ 1000 ആണ് കൂടുന്നത്. അപ്പോൾ ഹെഡ്സിനേക്കാൾ 1000 കൂടുതലാണ് കിലോ ഹെർട്സ് അല്ലേ. അപ്പോൾ 1000 അല്ല, ഇവിടെ കൊടുത്തു 3 പൂജ്യം കൂടി നമ്മൾ കൊടുത്തു അല്ലേ. ഇവിടെ എത്ര പൂജ്യം കൊടുത്തു? 2 പൂജ്യം കൊടുത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാണ്? 3 പൂജ്യം കൊടുക്കുന്നത്. ഇവിടെ 1 പൂജ്യം കൂടെ കൊടുത്തു. ഓക്കെ, ഇത്രയും ഹെഡ്സ് ആണ് എന്ത് നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അവിടെ കണ്ടുപിടിക്കാൻ എന്ത് തന്നിട്ടുണ്ട്? സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. സ്പീഡ് എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫിസിക്സിൽ യൂണിറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചോദിച്ചിട്ടുള്ളത് ലാംഡ അഥവാ വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു, നമ്മൾ തൊട്ട് മുമ്പ് ചോദ്യം ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടിരുന്നു അല്ലേ. നമുക്ക് ഫോർമുല അറിയാം. എന്താണ്? വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡയാണ് ഫോർമുല. അത് കണ്ടുപിടിക്കാനുള്ളത് ലാംഡയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫ്രീക്വൻസി ഇപ്പുറത്ത് കൊണ്ടുവരണം അല്ലെ. ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ വി ബൈ എഫ് എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ലാംഡ വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു വി വെലോസിറ്റി ബൈ എന്താണ്? ഫ്രീക്വൻസി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ എഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി എത്രയാണ്? വി 350 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് മാറ്റിയില്ലെങ്കിൽ കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടൂല. 1 2 3 അല്ലെ, ഇത്രയും പൂജ്യം ഹെഡ്സ്. ഒരു പൂജ്യവും കട്ട് ചെയ്ത് പോയാൽ പിന്നെ 35/12 അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചെറിയ വാല്യൂ കിട്ടുന്നത്. ചെയ്ത് ഞാൻ തൽക്കാലം സമയം കളയുന്നില്ല. 0.0029 വരെ നിങ്ങൾ എഴുതിയാൽ മതി. അത്രയും മീറ്ററാണ് നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. കാരണം വേവ് ലെങ്ത്തിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ 0.0029 മീറ്റർ അല്ലെങ്കിൽ 2.92 മില്ലിമീറ്റർ. ഈ മില്ലിമീറ്ററിലോട്ടൊന്നും ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, മീറ്ററിലിട്ടെങ്കിലും നമ്മൾ ഉത്തരം ചെയ്യണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ വ്യത്യാസം മനസ്സിലായോ? നിങ്ങളത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് എന്താണ് ഫ്രീക്വൻസി തന്നിട്ട് വെലോസിറ്റി തന്നിട്ട് വേവ് ലെങ്ത് കണ്ടുപിടിയിടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ചെയ്യും. പക്ഷേ ഇവിടെ ബാറ്റും അപ്പറും ലോവറും ഒക്കെ തന്നു കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തന്നിട്ടുള്ളതെടുത്ത് എഴുതിയിട്ട് എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അത്ര സിമ്പിൾ ചോദ്യങ്ങളൊക്കെ ഇവിടെ വരുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഗ്രാഫിക്കൽ ഇല്ലസ്ട്രേഷൻ ഓഫ് 2 waves ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 3.2 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ഗിവൺ. നമ്മുടെ പക്കൽ 2 വേവ്സ് തന്നിട്ടുണ്ട്. ഈ 2 വേവ്സിൻ്റെയും വെലോസിറ്റി 3.2 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇവരുടെ ഫ്രീക്വൻസിയും പീരീഡും വേവ് ലെങ്ത്തും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസിയും പീരീഡും വേവ് ലെങ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്തുവാണ്? നമുക്ക് അവരുടെ പീരീഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എളുപ്പം അല്ലേ. കാരണം ഇവിടെ ടൈമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സമയം അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റും സമയവും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് പീരീഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രാഫിൻ്റെ ഉത്തരം ഇവിടെ എടുക്കുകയാണ്. പീരീഡ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലേ. ഒരു വേവ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ക്രസ്റ്റും ഒരു ട്രഫും. അപ്പോൾ എത്രയിലാണ് വന്നേക്കുന്നത്? 8. അപ്പോൾ ആദ്യത്തെ ആളുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 8 സെക്കൻഡ്. രണ്ടാമത്തവൻ്റെ ആണെങ്കിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി വരാൻ വേണ്ടിയിട്ടുള്ള 1 സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ്. കണ്ടുപിടിക്കാമല്ലോ. അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കുക എന്നുള്ളത്? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് ഒരു ഫോർമുല പഠിച്ചു അല്ലേ. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ രണ്ടാമത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ 1/8. 1/8 എന്ന് പറയുമ്പോൾ 0.125 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി. ഇവൻ്റെതാണെങ്കിൽ സിമ്പിളാണ് അല്ലേ. കാരണം എന്താണ്? 1/1 ഹെഡ്സ് എന്ന് കിട്ടും രണ്ടാമത്തവൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? പീരീഡും കിട്ടി, ഫ്രീക്വൻസിയും കിട്ടി. കണ്ടുപിടിക്കാനുള്ളത് വേവ് ലെങ്ത്ത്. വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാണ്? നമുക്കറിയാം. നമുക്ക് വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മളെ ആകുള്ള ഫോർമുല എന്തുവാണ്? നമ്മളെ ആകുള്ള ഫോർമുല വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, എഫ് ലാംഡ ആകുമ്പോൾ വി ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് വി എത്ര? 3.2 മീറ്റർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ലാംഡ കണ്ടുപിടിച്ചുകൂടെ? തൊട്ട് മുമ്പ് ചെയ്ത പോലെ ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ എഫ്. വി എത്ര? 3.2 ബൈ എത്ര? 0.125 ചെയ്യുമ്പോൾ 25.6 മീറ്റർ എന്ന് കിട്ടും. ഇവിടെ സെയിം ലോജിക്ക് എത്രയാണ്? ലാംഡ ഇസ് ഈക്വൽ ടു വെലോസിറ്റി രണ്ടും സെയിം ആണ് അല്ലേ. അപ്പോൾ 3.2 ബൈ എത്ര? 1. അപ്പോൾ എത്ര തന്നെ കിട്ടും? 3.2 മീറ്റർ എന്ന് തന്നെ കിട്ടും. അങ്ങനെ രണ്ടുപേരുടെയും ഫ്രീക്വൻസി, വെലോസിറ്റി, അതുപോലെ തന്നെ പീരീഡ്, വേവ് ലെങ്ത് എല്ലാ കാര്യവും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. സിമ്പിൾ അല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ക്യാൻ ബി ഹേർഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത് എന്താ? നമുക്കറിയാം മനുഷ്യൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെഡ്സ് ടു 20,000 ഹെഡ്സ് ആണ്.
അപ്പോൾ എന്തായാലും 5 ഹെർട്സ് കേൾക്കാൻ പറ്റൂല. 200 കിലോ ഹെർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 20 പിന്നെയും 0 പോകും അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് അത് പറ്റത്തില്ല. കാരണം ആലോചിച്ച് നോക്കി, 200 കിലോ ഹെർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 പിന്നെ എത്ര? 1 2 3 ഇത്രയും 0 ഹെർട്സ് ആണ്. അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. 50 കിലോ ഹെർട്സ് കേൾക്കാൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ 50ഉം പിന്നെ എത്ര? 3 പൂജ്യമാണ്. അപ്പോൾ 50,000 ആവും അല്ലേ? ഇവിടെ എത്ര? 2 ലക്ഷത്തോളം ആവും. അപ്പോൾ അതും പറ്റൂല. പിന്നെ അപ്പോൾ ഉള്ള ഏതാണ്? ഇതിൻ്റെ ഇടയിൽ വരുന്നത് 2000 ആണ്. സോ ബി ആണ് നമ്മുടെ ഉത്തരം. 2000 എന്ന് പറയുന്നത് എന്തായാലും 20,000ൻ്റെ 20ഉം 20,000ൻ്റെ ഇടയ്ക്ക് വരും. സോ നമുക്കത് കേൾക്കാനായിട്ട് പറ്റും. അടുത്ത് 5ാമത്തെ ചോദ്യം. എ വേവ് ഹാസ് എ ഫ്രീക്വൻസി ഓഫ് 2 കിലോ ഹെർട്സ്. ഒരു വേവ് ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 2 കിലോ ഹെർട്സ് ആണ്. അതിൻ്റെ വേവ് ലെങ്ത് ഓഫ് 35 സെൻറ്റിമീറ്റർ വേവ് ലെങ്തും തന്നിട്ടുണ്ട്. ഹൗ ഫാർ ഡസ് ദിസ് ട്രാവൽ ഇൻ 0.5 സെക്കൻഡ്സ്? 0.5 സെക്കൻഡ് കൊണ്ട് ഈ വേവ് എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മളുടെ പ്രശ്നം എന്താണ്? നമുക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത് അല്ലേ? എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ദൂരം ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മളിപ്പോൾ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചു. വെലോസിറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ ഫോർമുല വന്നാലും പറഞ്ഞു തന്നിരുന്നു. എന്നാലും പെട്ടെന്ന് നമുക്കത് ഓർമ്മ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ളത് എടുത്ത് എഴുതുക. അത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 2 കിലോ ഹെർട്സ്. അപ്പോൾ അത് 2ഉം 3 പൂജ്യവും ഹെർട്സ്. മാറ്റമൊന്നുമില്ലല്ലോ? ഇല്ല. അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, ലാംഡ തന്നിട്ടുണ്ട്. എത്രയാണ്? 35 സെൻറ്റിമീറ്റർ. പക്ഷേ നമ്മൾ വേവ് ലെങ്ത് എടുക്കുന്ന മീറ്ററിലാണ് അല്ലേ? അപ്പോൾ മീറ്റർ സെൻറ്റിമീറ്റർ തമ്മിൽ 100ൻ്റെ വ്യത്യാസമാണ് അല്ലേ? അപ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.35 മീറ്റർ എന്ന് കിട്ടും അല്ലേ? അറിഞ്ഞുകൊണ്ട് ഇടാം. 100 സെൻറ്റിമീറ്റർ ചേരുമ്പോഴല്ലേ എന്താകുന്നത്? 1 മീറ്റർ ആവുന്നേ. അപ്പോൾ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.35 മീറ്റർ എന്ന് കിട്ടും. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ടൈം തന്നിട്ടുണ്ട് അല്ലേ? ഈ പറയുന്ന ടൈം തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. ഇത് ടൈം പീരീഡ് അല്ല എന്ന് മനസ്സിലാക്കിക്കോളണം. ടൈം പീരീഡ് അല്ല, പീരീഡ് ടി, ക്യാപിറ്റൽ ടി അല്ല തന്നേക്കുന്നത്, സ്മോൾ ടി ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഇത്രയും തന്നിട്ട് ചോദിച്ചിട്ടുള്ള എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിയിടുക എന്നാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള സാധനം എന്താണ്? വെലോസിറ്റിയാണ് നമ്മളിവിടെ പഠിച്ചത്. വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് എന്ത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. പക്ഷേ നമുക്കിവിടെ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് പറ്റും? വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫ്രീക്വൻസിയും വേവ് ലെങ്തിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് വെലോസിറ്റി എത്ര കിട്ടും? ഫ്രീക്വൻസി ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 20,000 അല്ലേ? 20,000 അല്ല, സോറി, 2,000 ഇൻറ്റു വേവ് ലെങ്ത് ലാംഡ എത്രയാണ്? 0.35, അല്ലെങ്കിൽ നമുക്ക് 35/100 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2 വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്രയാണ്? 20 × 35 നമുക്ക് എത്ര കിട്ടും? 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എത്ര കിട്ടും? 700 മീറ്റർ പെർ സെക്കൻഡ്. ഈ 700 എടുത്ത് ഇവിടെ കൊടുത്താൽ പോരെ, നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതാണ് നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി എത്ര? 700 ഇൻറ്റു ഈ ടൈം. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള 0.5 സെക്കൻഡ് ഇൻറ്റു എത്ര? 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/10. 0 വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടും? 70 × 5 350 മീറ്റർ ദൂരമാണ് ഈ പറയുന്ന വേവ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് പെട്ടെന്ന് ചോദ്യം വായിക്കുമ്പോൾ ഇത് എന്താ പറയുന്നത്, ഹൗ ഫാറൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ തോന്നിയാലും നമ്മൾ എപ്പോഴും ചോദ്യം കിട്ടിയാലും നമുക്കിനി ഒന്നും മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഡേറ്റ എടുത്ത് എഴുതുക. തന്നിട്ടുള്ള ഡേറ്റ എടുത്ത് എഴുതുമ്പോൾ യൂണിറ്റിൻ്റെ കാര്യം മറക്കാതെ നോക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് ഈ പറയുന്ന ടൈപ്പ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മൾ 1-2 ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടൈപ്പ് ചോദ്യം വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വിത്ത് പ്രാക്ടീസ് നമുക്ക് ഈ പറയുന്ന കാര്യം ഇപ്പോൾ ആദ്യമേ ഇതൊന്നും കത്തുന്നില്ലെങ്കിലും പേടിക്കേണ്ട, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഇനി ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യും, ഒരുപാട് മോഡൽ ചോദ്യം ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡും എന്ത് ചെയ്യും? ഈ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. 6ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ദാറ്റ് പ്രൊഡ്യൂസസ് 50 ക്രസ്റ്റ് ആൻഡ് 50 ട്രഫ് ഇൻ 0.5 സെക്കൻഡ്സ് അല്ലേ? ഒരു വേവ് ഉണ്ട്, അത് 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ടാവും. നമുക്കറിയാം ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ ചേരുമ്പോഴാണ് ഒരു വേവ്. അപ്പോൾ 50 ക്രസ്റ്റും 50 ട്രഫും ഉണ്ടെങ്കിൽ അവിടെ എത്ര കംപ്ലീറ്റ് വേവ് ഉണ്ടായി? 50 കംപ്ലീറ്റ് വേവ് ഉണ്ടായി അല്ലേ? ലോജിക്കല്ലേ? കാരണം ഒരു ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ട്രഫ്. അപ്പോൾ ഇവിടെ 1 1, അടുത്ത് 2 2, അപ്പോൾ 2 2, അപ്പോൾ മൊത്തം 50 ആണെങ്കിൽ മൊത്തം 50 കംപ്ലീറ്റ് വേവുകളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 50 ക്രസ്റ്റും 50 ട്രഫ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും 50 വേവ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ എന്താണ്? ടൈം. നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ ടൈം. ഇവിടെ എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ടായി? 50 ബൈ അതിൻ്റെ ടൈം എത്രയാണ്? 0.5. 50/0.5 100 ഹെഡ്സ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. എത്ര കിട്ടും? 100 ഹെഡ്സ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഈ പറയുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ ടൈം എവിടെ നിന്ന് കിട്ടിയെന്ന്. ഫ്രീക്വൻസി പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് സൈക്കിൾസ്.
അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് ബൈ ടോട്ടൽ ടൈം തന്നു കഴിഞ്ഞാൽ ആ ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 സെക്കൻഡ് ഉണ്ടാവുന്ന കിട്ടുമല്ലോ ലോജിക്ക്. അപ്പോൾ അത് വെച്ച് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 7ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറൻറ്റ് റിഗാർഡിംഗ് ദ വേവ്സ് ഗിവൺ ഇൻ ദ ഫിഗർ. ഈ തന്നിരിക്കുന്ന വേവിനകത്ത് എന്താണ് വ്യത്യാസമുള്ളത്? അതായത് ഇവ രണ്ടുപേരും ഫ്രീക്വൻസി സെയിം ആണോ വ്യത്യാസമാണോ, ആംപ്ലിറ്റ്യൂഡ് സെയിം ആണോ വ്യത്യാസമാണോ, വേവ് ലെങ്ത് സെയിം ആണോ വ്യത്യാസമാണോ എന്നത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കേ, ഫസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണ്. ഫ്രീക്വൻസി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 സെക്കൻഡ് ഉണ്ടാകുന്ന നമ്പർ ഓഫ് വേവ്സ്. അത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വേവ് ലെങ്ത് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? ഒരു കംപ്ലീറ്റ് വേവ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ദൂരം, അതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഏതാണ്ട് സെയിം ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? വേവ് ലെങ്ത് ഏതാണ്ട് സെയിം ആണ്. പിന്നെ എന്തുണ്ട്? ഇവരുടെ വെലോസിറ്റി ഉണ്ട് അല്ലേ? എന്തുകൊണ്ട്? ഓക്കെ. ഇനി ആംപ്ലിറ്റ്യൂഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 0.5, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 0.3. ചോദിച്ചിട്ടുള്ള എന്താണ്? ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എന്താണെന്നാണ്. അപ്പോൾ ഏതാണ്? ആംപ്ലിറ്റ്യൂഡാണ്. കാരണം ഒന്നാമത്തെ ആംപ്ലിറ്റ്യൂഡ് 0.5, രണ്ടാമത്തെ 0.3. അപ്പോൾ അതാണ് എന്താണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്? ഇവിടെ ഈ പറയുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. വേവ് ലെങ്ത് സെയിം ആണ്. അതിനകത്തേക്കുന്ന സമയവും സെയിം ആണെങ്കിൽ ഫ്രീക്വൻസി സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? വ്യത്യാസമാണ്. 8ാമത്തെ ചോദ്യം, the distance between two adjacent trough of a transverse wave is 2 meter. ഓക്കെ, അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് വേവുകളുടെ എന്തുവാണ്? ട്രഫ് എന്ന് വെച്ചാൽ ഇവിടെ തമ്മിലുള്ള ദൂരം എത്രയാണ്? 2 മീറ്റർ ആണ്. ഈ അഡ്ജസൻ്റ് ആയ ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള ദൂരത്തിനല്ലടാ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 2 മീറ്റർ ആണ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പം തൊട്ട് മുമ്പ് ആദ്യം ചെയ്തിട്ട് സെയിം ടൈപ്പ് ചോദ്യം അല്ലേ? നമുക്കറിയാം എന്താണ്? V = f ലാംഡ. അതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് എന്തുവാണ്? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? F = v/λ. V എത്രയാണ്? 20 ബൈ ലാംഡ = 2. 20/2 എത്രയാണ്? 10 ഹെർട്സ് എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യം അല്ല 10 ചോദ്യമുണ്ട് അല്ലേ? വെൻ സൗണ്ട് പാസസ് ത്രൂ എ മീഡിയം, ശബ്ദം ഒരു മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം അല്ലേ? എന്താണ് ട്രാവൽ ചെയ്യുന്നത്? അതായത് ശബ്ദം ഒരു മീഡിയത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ എന്താണ് സഞ്ചരിക്കുന്നത്? പാർട്ടിക്കിൾസ് ആണോ സഞ്ചരിക്കുന്നത്? വേവ് ആണോ സഞ്ചരിക്കുന്നത്? സോഴ്സ് ഓഫ് സൗണ്ട് ആണോ സഞ്ചരിക്കുന്നത്? മീഡിയം ആണോ സഞ്ചരിക്കുന്നത്? ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യം എന്ത് പറഞ്ഞത്? നമ്മൾ ആ വാട്ടർ വേവ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് അല്ലേ? ഒരു പേപ്പർ കഷ്ണം ഇട്ടാൽ നമുക്ക് കാണാൻ പറ്റും. ആ പേപ്പർ കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യുമെന്നല്ലാതെ ഇങ്ങോട്ട് മൂവ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ആരാണ്? എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? വേവ് ആണ്. സൗണ്ട് ഒരു മീഡിയത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ സഞ്ചരിക്കുന്നത് ആരാണ്? അത് ആ വേവ് ആണ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. കാരണം പാർട്ടിക്കിൾസ് അവിടെ സഞ്ചരിക്കുകയില്ല, അത് മുകളിലോട്ടും താഴോട്ടേ മൂവ് ചെയ്യുള്ളൂ. സോഴ്സ് ഓഫ് ദ സൗണ്ട് സഞ്ചരിക്കുകയില്ല. ട്യൂണിംഗ് ഫോർക്ക് തട്ടിയിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. മീഡിയം, അതായത് ആ പറഞ്ഞ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ടോ? ഇല്ല. വെള്ളം മുകളിലോട്ടും താഴോട്ടും ആകുമ്പോൾ നമുക്ക് തോന്നും വെള്ളം ഇങ്ങനെ പോകുന്നതായിട്ട്. പക്ഷെ പോകുന്നത് എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ആകുന്നത്. ലാസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഇതുപോലെ 2 ബോളുകൾ നമ്മൾ ഈ പറയുന്ന ഒരു ട്യൂണിംഗ് ഫോർക്ക് കെട്ടിയിട്ടിട്ട് അതിൻ്റെ അടുത്തിരുന്ന ഒരാൾ എന്ത് വായിക്കുകയാണ്? പിയാനോ വായിക്കുകയാണ്. എന്ത് വായിക്കുകയാണ്? പിയാനോ വായിക്കുകയാണ്. ഓക്കെ, 2 പിച്ച് ബോൾസ് ആർ സസ്പെൻഡഡ് നിയർ ദ 2 പോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഈ കാലിനെയാണ് പോങ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ 2 കാലിൽ 2 പിച്ച് ബോൾ, നമ്മൾ 2 ബോളുകൾ ഇട്ടിട്ട് എന്ത് ചെയ്തേക്കുകയാണ്? ഒരു ആൾ സൈഡിൽ നിന്ന് ഒരു പിയാനോ വായിക്കുകയാണ്. ഒന്ന്, ഇൻ ദിസ് കേസ് ദ പിച്ച് ബോൾ മൂവ് സ്ലൈഡ്ലി. അതായത് ഒരാൾ സൈഡിൽ നിന്ന് പിയാനോ വായിച്ചപ്പോൾ ഈ പറയുന്ന ബോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു. എന്തുകൊണ്ടാണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊണ്ടാണോ? എക്കോ കൊണ്ടാണോ? ഇവിടെ സൈഡിൽ ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ മ്യൂസിക് വായിക്കുമ്പോൾ എന്ത് പറ്റും? സൗണ്ട് വൈബ്രേറ്റ് ചെയ്യും, എയർ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേറ്റ് ചെയ്യുന്ന എയർ ഈ ബോളുകൾ വൈബ്രേറ്റ് ചെയ്യും. അത് നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? നമ്മളതിൻ്റെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നല്ലേ വിളിക്കുന്നത്. എക്കോ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലല്ലോ, വേറെ സാധനമില്ല. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണെന്ന് പറ്റും അല്ലേ? കാരണം ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ പോങ് എന്തുകൊണ്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? സൗണ്ട്, പിയാനോയുടെ സൗണ്ട് എന്ന് വെച്ചാൽ എയറിലുണ്ടാകുന്ന വൈബ്രേഷൻ അതെന്ത് ചെയ്യും? ബോളുകളെ വൈബ്രേറ്റ് ചെയ്യും. ബി പാർട്ട്, വൈൽ പ്ലേയിങ് സർട്ടൻ നോട്ട്സ് ഇൻ ദ പിയാനോ. ചില പിയാനോ നോട്ട്സ് വായിക്കുമ്പോൾ മാത്രമേ ഈ ബോൾ നല്ല രീതിയിൽ ബൗൺസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സർട്ടൻ നോട്ട്സ് വായിക്കുമ്പോൾ മാത്രം എന്ത് പറ്റും? ഈ പിയാനോ നല്ല രീതിയിൽ ബൗൺസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് റിവർബറേഷൻ കൊണ്ടാണോ റെസൊണൻസ് കൊണ്ടാണോ? സിമ്പിളാണല്ലേ, ലോജിക്കുള്ളവനറിയാം അത് റെസൊണൻസ് കൊണ്ടാണ്. കാരണം റിവർബറേഷൻ എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. അപ്പോൾ റെസൊണൻസ് ആണ് ഉത്തരം. കാരണം എന്ത് പറ്റും? ആ സർട്ടൻ പിയാനോ നോട്ട് എന്ന് പറയുന്നത് ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ആവുന്ന കാരണമാണ് അല്ലേ? ഫോഴ്സ്ഡ് വൈബ്രേഷനും നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആകുമ്പോൾ എന്ത് പറ്റും? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
റെസോണൻസ് എന്ന് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, സിമ്പിളാണ്, തീരുന്നില്ല. ഇതിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഉടനെ ഒരു ക്ലാസ് ഞാൻ അതും കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഓൺലൈൻ ക്ലാസ് മെയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് സീറ്റുകൾ ഉറപ്പാക്കുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.